ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തീരാൻ പാടില്ലാത്തതും തീർന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കുറച്ച് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ലക്ഷ്മിവാസം ഉണ്ടാകുന്നതിനും സമ്പത്തും ഐശ്വര്യവും നിലനിർത്തുന്നതിനും ഈ വസ്തുക്കൾ നമ്മൾ തീരാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ഈ വസ്തുക്കൾ തീരുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിയിരിക്കണം. നമ്മൾ അങ്ങനെയുള്ള 3-4 കൂട്ടം വസ്തുക്കളെക്കുറിച്ചാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അതിലൊന്ന് നമ്മളെ കല്ലുപ്പ് അല്ലെങ്കിലും ഉപ്പ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിയാൻ പാടില്ല. നമ്മളത് തീരുന്നതിന് മുന്നേ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് ഇരിക്കണം. ഉപ്പ് തീർന്നു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉപ്പ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അന്യ വീട്ടിൽ നിന്ന് മേടിക്കാനും പാടില്ല. നമ്മൾ അത് മേടിക്കുന്നത് നമുക്കതത്ര ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മളെ കടുകെന്ന് പറയുന്ന സാധനവും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിക്കാൻ പാടില്ല. അതും നമ്മുടെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നത്. ഈ 3-4 വസ്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുന്നതിന് മുന്നേ നമ്മൾ അടുക്കളയിൽ നമ്മുടെ സ്ത്രീകളാണല്ലോ നമ്മൾ പാചകം ചെയ്യുന്നത്. സ്ത്രീകളാണെന്നല്ല ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിനനുസരിച്ച് തീരുന്നതിന് മുന്നേ നമ്മളിതെല്ലാം മേടിച്ച് വെച്ചിരിക്കണം. ഉപ്പ്, കടുക്, അതുപോലെ തന്നെ മഞ്ഞളെന്ന് പറയുന്ന സാധനം നമുക്ക് അത് ലക്ഷ്മിവാസമുള്ള ഒരു ഇതാണ്. മഞ്ഞൾ ഒരിക്കലും ഒട്ടും തീരാൻ പാടില്ല. അതുപോലെ തന്നെ മഞ്ഞളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിവാസമുള്ള ഒരു വസ്തു ആയതുകൊണ്ടാണ് മിക്ക വീടുകളിലും അത് വെച്ച് പിടിപ്പിക്കുന്നത്. പച്ചമഞ്ഞളില്ലാത്ത വീടുകളേ ഇല്ല. മഞ്ഞളും അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിയാൻ പാടില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മഞ്ഞൾ കഴിഞ്ഞു, ഉപ്പ് കഴിഞ്ഞു, കടുക് കഴിഞ്ഞു, അരി അതുപോലെ തന്നെ അരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അരിപ്പാത്രത്തിൽ അരി ഒഴിയുകയേ ചെയ്യരുതാത്ത ഒരു കാര്യമാണ്. അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും അരിയുടെ പാത്രം നമ്മൾ തൂത്തുവാരി എടുത്ത് തീർക്കരുതെന്നാണ് പറയുന്നത്. അത് നമുക്ക് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. നമുക്ക് വരുന്ന ഐശ്വര്യത്തെയും സമ്പത്തിനെയും എല്ലാം നമുക്ക് അത് തടസ്സം ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം. അരിപ്പാത്രം ഒരിക്കലും കാലിയാക്കരുത്. 1 മണി അരിയെങ്കിലും അതിനകത്തിൽ ഇട്ടിരിക്കണം. നമുക്കറിയാമല്ലോ, നമ്മൾ തന്നെയല്ലേ സ്ത്രീകളാണല്ലോ പാചകം ചെയ്യുന്നത്. തീരുന്ന സാധനം നമുക്കറിയാമല്ലോ. ഉപ്പ്, അരിയെ, കടുക്, മഞ്ഞൾ, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെ തീരെ അങ്ങ് തീരുന്നിടം വരെ നമ്മൾ നോക്കിയിരിക്കരുത്. അത് തീരുന്നതനുസരിച്ച് അത് മേടിക്കണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് കാലിയാകുകയോ ചെയ്യരുത്. അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ദാരിദ്ര്യം ഉണ്ടാക്കിയിരിക്കും. ആ ദാരിദ്ര്യ സമയത്തായിരിക്കും നമുക്കത് ഓർക്കാതെ പോലും നമ്മൾ ചിലപ്പോൾ മേടിക്കാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് നമ്മളെ എണ്ണ, വിളക്ക് കത്തിക്കുന്ന എണ്ണത്തിരി മുടങ്ങുക എന്ന് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് വിളക്ക് വെക്കുന്ന അത് മുടങ്ങിയാൽ കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദോഷമല്ലയോ അത്. അതുപോലെ എണ്ണക്കുപ്പി അത് കാലിയാകുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കാതെ എണ്ണയെ നമ്മൾ തീരുന്നിടം വരെ നമ്മൾ നോക്കിയിരിക്കരുത്. എണ്ണ എപ്പോഴും നമ്മുടെ വീട്ടിൽ കരുതലായിരിക്കണം. നമുക്ക് അത് വിളക്ക് കത്തിക്കേണ്ട കാര്യമില്ല. അടുക്കള എപ്പോഴും ഒരു ലക്ഷ്മി ദേവിയുടെ വാസമുള്ള സ്ഥലമാണ്. അവിടെ അതിനെ എപ്പോഴും നമ്മൾ ക്ലീനായിട്ടും വൃത്തിയാക്കി തുടച്ച് തൂത്തുവാരിയല്ല ഇടണമെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ വൃത്തിക്കും ഇതായിട്ട് നമ്മൾ സൂക്ഷിച്ചിടേണ്ട ഒരു ഭാഗം തന്നെ അടുക്കളയെന്ന് പറയുന്നത്. അതുകൊണ്ട് അടുക്കള എപ്പോഴും നമ്മൾ വൃത്തിയാക്കി നീറ്റാക്കി ഇടുക. എല്ലാം വാരി വലിച്ചിടാതെ എല്ലാം അടുക്കും ചിട്ടയുമായിട്ട് അടുക്കി പെറുക്കി എല്ലാം വെക്കണം. എല്ലാം അലങ്കോലമായിട്ട് എല്ലാം കൂടെ വാരി വലിച്ച് അവിടെ ഇവിടെ ഇടാതെ വേസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം കൊണ്ടുവന്ന് അത് കളയണം. സ്റ്റോക്ക് കൂട്ടി വയ്ക്കാതെ. ഇതൊക്കെ ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നത്. വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടി വല്ലാതെ ഒരു അവസ്ഥയിലൊക്കെ ചിലപ്പോൾ എല്ലാം ഇതാക്കിയിട്ട് അവർ ഒന്നിച്ചൊന്നിച്ച് കൂട്ടി വെച്ചിട്ട് കളയാൻ നിൽക്കരുത്. നമ്മൾ അന്നേരം ഉള്ള കാര്യങ്ങൾ നമ്മളെല്ലാം അടുക്കും ചിട്ടയുമായിട്ട് അടുക്കി പെറുക്കി തൂത്തുവാരി തുടച്ച് നമ്മൾ വൃത്തിയാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ അത്രയും ദാരിദ്ര്യമൊന്നും ഉണ്ടാകത്തില്ല. ഇതെല്ലാം നമുക്കൊരു അടുക്കും ചിട്ടയും എല്ലാ കാര്യത്തിനും നമുക്ക് വേണം. നല്ല വൃത്തിയാക്കി നമ്മളെല്ലാം ആഹാരമെല്ലാം കഴിച്ചെല്ലാം കഴിയുമ്പോൾ പാത്രമെല്ലാം അത് വൃത്തിയാക്കി കഴുകി അടുക്കിപ്പെറുക്കി ഇതായിട്ട് വെക്കണം. ഒരു ലക്ഷ്മിവാസം ഉള്ളിടമാണ് നമ്മുടെ ഈ അടുക്കളയെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അടുക്കള വൃത്തിയാക്കി സൂക്ഷിക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്യുക. അതുപോലെ നമ്മൾ ഈ അരിയൊക്കെ ഇടുന്ന സമയത്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ അരിയൊക്കെ കഴുകി അടുപ്പത്തിടാൻ നേരത്തെ നമ്മൾ അന്നപൂർണേശ്വരിയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച്, ഇങ്ങനെ കണ്ടിട്ടില്ല, അരി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചൊക്കെ അല്ലേ ഇടുന്നത്. പഴയ ആൾക്കാരൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളത് അന്നപൂർണേശ്വരിയൊക്കെ മനസ്സിൽ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത്. ദാരിദ്ര്യമൊക്കെ അങ്ങനെ വരത്തില്ലെന്നാണ് പറയുന്നത്.
അന്നത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെയാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദോഷങ്ങളായിട്ട് സംഭവിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ സ്ത്രീകൾ ഇതൊക്കെ ശ്രദ്ധിച്ചൊക്കെ അടുക്കളയൊക്കെ നമ്മൾ തന്നെയല്ലേ കൈകാര്യം ചെയ്യുന്നത്. ശ്രദ്ധിച്ചൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ കുറേയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുടക്കം കൂടാതെ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ഈ ഐറ്റങ്ങൾ നമ്മൾ കുറയാതെ നോക്കണം. വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. മഞ്ഞൾ, ഉപ്പ്, അരിയെ, പിന്നെ കടുക്, ഇങ്ങനെയുള്ള സാധനം 3-4 കൂട്ടം സാധനമല്ല ഉള്ളൂ. ഇത് സത്യമാണ്. അത് ഇങ്ങനെയുള്ള സാധനം നമുക്ക് കുറവ് വരുകയും ചിലപ്പോൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. പൈസ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പം നമുക്ക് മേടിക്കാൻ മറന്നു പോകും. മഞ്ഞളും അല്ലെങ്കിൽ തീർന്നു കഴിയുമ്പോഴായിരിക്കും അയ്യോ തീർന്നു എന്നുള്ള അങ്ങനെ വേണേൽ ഇതാകുന്നത്. ആ സമയങ്ങളിൽ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഒരു ഐശ്വര്യപ്രദമാകും. ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇത് അറിയാൻ വയ്യാത്ത ആൾക്കാരും ഉണ്ട് ഇതിനകത്തിലൊക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ഇട്ട് നാളെ വരാം. താങ്ക് യു.